அது வந்து ഓ ഓ ചതുപ്പാണത്രേ, കാല് താന്നു പോകും. So beautiful. അതൊന്നുമില്ല. വാ, ഇന്നലെ വാ, വാ, വാ. അയ്യോ പൊട്ടിമ മന്നിക്കണമ്മ മന്നിക്കണം. ഓ പാപ്പ മന്നിക്കണം പൊട്ടിയമ്മക്ക് കോപം വന്ന എല്ലാമേ നാശമായിടും. അങ്കിള് പേടിച്ചല്ലേ? എനിക്കറിയാം അങ്കിള് പേടിച്ചല്ലേ? അത് ക്വിക്സാൻഡ്, ചതപ്പ്, അതിന്റെയൊക്കെ ഒരു ഫിനോമിനലാണ്. ഈ ഫോസ്ഫറസിന്റെയും സൾഫറിന്റെ ഒക്കെ കോമ്പിനേഷൻ ഇല്ലേ, ചിലപ്പോ ബ്ലൂ ബോൾസ് ആവാം, ചിലപ്പോ റെഡ് ബോൾസ് ആവാം. ഇതൊരു മിത്താണ്. അവര് പൊട്ടനും പൊട്ടിന്നൊക്കെ വിളിക്കും, എന്നിട്ട് പേടിക്കും. എങ്ക പോലെ വെറും പാമ്പ് രുദ്രാണല്ലി രാസപമ്പാല ഒന്നും ചെയ്യാതെ പാവം. ഇല്ല എത്തിപ്പോയി. മൂപ്പണ്ണ എവിടെ പോയി? മൂപ്പണ്ണ വരില്ല ഇതേ വന്ന് ബാക്കി പോയി. ഇതെന്താ ബങ്കറോ? അത് കുയിമടാണ്. Thanks. Come on. Oh, very interesting. Wow, you are fully into. Please be comfortable.
ചുക്കുവേടെ I am Philippos John Worky. ഹലോ മെനോൻ സാർ. CK മേനൻ. എനിക്കറിയാം സാർ. ഓ സാറിൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു എൻ്റെ ഫാദർ ജോൺ വർക്കി. ജോൺ വർക്കി. യാ, ജോൺ ലോങ് ബാക്ക്. ജോൺ വർക്കി. ഞാൻ പ്രൊഫസർ നീലകണ്ഠൻ. സാറ് PhD ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജൂനിയർ ആയിരുന്നു. ഓ എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. ഐ വാസ് ക്വൈറ്റ് ഫേമസ് ദെൻ വിത്ത് ഓൾ മൈ ആക്ടിവിറ്റീസ്. അനന്തകൃഷ്ണൻ സുബ്രഹ്മണ്യൻ, ഹരിപ്പാട് സ്വദേശി. അച്ഛൻ സുബ്രഹ്മണ്യൻ അയ്യർ ട്രഷറിയിലെ ക്ലർക്കായിരുന്നു. ചൈൽഡ് പ്രോഡിജി, SSLC ഫസ്റ്റ് റാങ്ക്, 16ാമത്തെ വയസ്സിൽ ഡിഗ്രി പാസ്സായി. 1992 നോബൽ ലോറേറ്റ് ഓല ജോർജിൻ്റെ കൂടെ സൂപ്പർ ആസിഡ്സിനെ കുറിച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു. മധുമിത കൃഷ്ണൻ. മധു. അച്ഛൻ കൃഷ്ണകുമാർ മെഷീൻ ടൂൾസ് കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ. അമ്മ മമത ബക്കറി, പൂനെക്കാരി. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഷീ ഈസ് നോ മോർ. വൺ ഓഫ് ഇന്ത്യസ് എയ്സ് ഗൺ ടെസ്റ്റേഴ്സ്. മൾട്ടിപ്പിൾ ട്രിഗർ മെഷീൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു സൈലന്റ് ബ്രെയിൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എവിടെന്നാ കിട്ടിയത്? ഇതൊന്നും ഒരിടത്തും പബ്ലിഷ് ആയിട്ടില്ലല്ലോ. ഷൺമുഖൻ ഇളങ്കോവൻ. യു ക്യാൻ കോൾ മീ സാം. അഡ്വഞ്ചർ ജങ്കി, നേച്ചർ ലവർ. ബേ ഓഫ് ബംഗാൾ ആൻറ്റി ഡ്രഞ്ചിങ് ക്യാമ്പയിൻ 2007 ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാൾ. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. அப்படியா? நீங்க அங்க இருந்தீங்களா? യാ. It was a crazy campaign. ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ. ദാ എനിക്കും കിട്ടി കത്ത്. ഓ ഓ ഓ ചെർപ്പുളശ്ശേരിയിലെ ദ ഫേമസ് സ്ട്രീറ്റ് മജീഷ്യൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ ട്രീ ആക്ട് ചെയ്യുന്നയാൾ. അത് തന്നെ. അപ്പോൾ തനിക്ക് മാജിക് ഒക്കെ അറിയാലേ? ഓ താനാണ് ആ വട്ടനല്ലേ? വർക്കി പറഞ്ഞിട്ടുണ്ട് അയാളുടെ വട്ടും അമ്മയുടെ പാട്ടും ചേർന്ന ഒരു സഞ്ചാരിയായ മകനുണ്ടെന്ന്. തന്നെ പറ്റി എന്തൊക്കെയാ ഇവര് പറയുന്നറിയോ? സർവൈവലിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, തന്റെ ഓരോരോ എക്സ്പീരിയൻസസ്. മേനോൻ സാറ് പറഞ്ഞത് എല്ലാം ശരിയല്ല. ബ്ലോഗിൽ കുറേയൊക്കെ ഫിക്ഷണലൈസ്ഡ് ആണ്. ജംഗിൾ ചൈംസ്, ഡെസേർട്ട് മിക്സ് എന്നൊക്കെ പറയുന്ന സിംഫണീസ് ഉണ്ടാക്കാൻ ഞാൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ആളും മനുഷ്യനുമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പലപ്പോഴും പെട്ടു. കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വന്നു. പക്ഷേ ആ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും ഞാൻ പോവുമായിരുന്നു. ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുടങ്ങാതെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. വിശന്ന് വലഞ്ഞപ്പോൾ കിട്ടിയ കണ്ണി കണ്ടതൊക്കെ കഴിക്കേണ്ടി വന്നു. അതിൽ ഞാഞ്ഞോളും പുഴുക്കളും ഒക്കെ പെടും. കടൽ കടക്കാൻ ചങ്ങാടം വരെ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മാൻ വേഴ്സസ് വൈൽഡിലെ ബാഗ്രിൽസില്ലേ, പുള്ളിക്കാരനാണ് എൻ്റെ ഐഡൽ. അങ്ങനെയാണ് സർവൈവലിസ്റ്റ് എന്ന ടാഗ് വീണത്. ഏത് കാട്ടിൽ പോയി ജീവിക്കാനും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഒന്നും നോക്കാതെ ഓടി രക്ഷപ്പെടാനും പഠിച്ചു. ഏത് കാട്ടിൽ പോയി ജീവിക്കാനും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഒന്നും നോക്കാതെ ഓടി രക്ഷപ്പെടാനും പഠിച്ചു. ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഏതോ മൃഗത്തിനെ വെച്ച ഒരു കുരുക്കിൽ പെട്ടു. അവിടുന്നാണ് മലവേടനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് മലവേടൻ എൻ്റെ കോൺസ്റ്റന്റ് ട്രാവൽ കമ്പാനിയനായി. ഞാൻ മൂപ്പണ്ണനും മലവേടൻ മലയുമായി മാറിയത് അങ്ങനെയാണ്. ഞാൻ അതുവരെ കാണാത്തതും അറിയാത്തതുമായ കുറേ കാടുകളിലും മേടുകളിലും മല എന്നെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് 7000 കണ്ടിയെക്കുറിച്ച് മല എനിക്ക് പറഞ്ഞു തന്നത്. ഈ കാട്ടിനുള്ളിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്തവരുടെയും കോടയിൽ ഒളിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെയും രാത്രി മിന്നിത്തിളങ്ങുന്ന പ്രേതങ്ങളുടെയും അങ്ങനെ മിസ്റ്റീരിയസ് ആയ കുറേ കഥകൾ കേട്ടു. പിന്നീട് എൻ്റെ മേലെ അത്രയും ഒരു കോൺഫിഡൻസ് ആയ ശേഷമാണ് മല എനിക്ക് ഈ 7000 കണ്ടിയിലേക്കുള്ള സുരക്ഷിതമായ വഴികൾ കാണിച്ചു തന്നതും ഇവിടുത്തെ പല ഹിഡൻ സീക്രറ്റ്സ് പറഞ്ഞു തന്നു. 7000 കണ്ടിയെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയുന്നത്. 149 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊട്ടി, സിലോൺ, ഡാർജിലിംഗ് ഒക്കെ ഈ ചായത്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരുന്ന കാലത്താണ് പരുന്തുമുടി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ബ്രിട്ടീഷ് കമ്പനിയായ ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ശ്രദ്ധിച്ചത്. നിങ്ങൾ വരുന്ന വഴി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടു കാണും അല്ലേ? മാഞ്ചസ്റ്റർ. അത് തന്നെ. അന്ന് 76 രൂപയ്ക്കായിരുന്നു ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ഈ വനത്തിൻ്റെ അധികാരിയായിരുന്ന കോഴിപ്പാറ മനയിലെ ദത്തൻ നമ്പൂതിരിയുമായി 150 വർഷത്തെ ലീസ് വെച്ചത്.
ലീസ് പ്രകാരം 150 വർഷത്തിനുള്ളിൽ പരുന്തുമുടി ഒരു ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയോ ആക്കി മാറ്റിയാൽ അത് ലോർഡ് ലിവിങ്സ്റ്റണ് സ്വന്തമാകും. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എഗ്രിമെൻ്റ് തീരാൻ. സോ മുടിഞ്ഞ എന്നാവും? കാർഡ് തിരിച്ച് ഭാരത് സർക്കാരിന് കൊടുക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാർഡ് പലതരം റെയർ മിനറൽസ് നടന്നതാണെന്ന് അറിഞ്ഞു. അമറൻറ്റൈൻ, ബോക്സൈറ്റ്, ടൈറ്റേനിയം, ക്രോമിയം, അങ്ങനെ ഒരുപാട് റെയർ മിനറൽസും മറ്റ് ജെംസ്റ്റോൺ മിനറൽസും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് മുതൽ ഇവിടെ മൈനിങ്ങും മരം വെട്ടും തുടങ്ങി. മരം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 5 ഹെക്ടറോളം വനം അവർ വെട്ടി നീക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാൻ സുപ്രീം കോർട്ടിലെ എൻവയൺമെൻറ്റ് ഇഷ്യൂസ് ലോയർ വേണുഗോപാലിനെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ലീസ് എഗ്രിമെൻറ്റിൻ്റെ ചില ഹിഡൻ ക്ലോസസിനെ കുറിച്ച് അറിയുന്നത്. 150 കൊല്ലങ്ങൾ കൊണ്ട് പരുന്തുമുടി ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയാൽ ഒരു 350 കൊല്ലം കൂടെ ലീസ് നീട്ടി കിട്ടും. ഓ, അത് ശരി. അതിനുള്ള ഓട്ടപ്പാച്ചില്ല ഈ കോൺട്രാക്ടേഴ്സ്. ഓ, അതാണ് വരുമ്പോൾ பார்த்தேன் லாரியில் மரத்தை வெட்டி எடுத்துகிட்டு போனது. ബട്ട് വൈ ആർ വി ഹിയർ മാൻ? 7000 കണ്ടിക്ക് വേണ്ടി. വരുന്ന വഴിക്ക് വേടം പറഞ്ഞിരുന്നു ഈ 7000 കണ്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമല്ലേ? ഓക്കെ, 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ 18 വർഷത്തോളം നീണ്ടു നിന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ കണ്ട ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന ബാനർ. അന്നത്തെ അടുത്തടുത്ത 2 നാട്ടുരാജ്യങ്ങളായിരുന്നു സിംഗാന ഗൗളയും കോണച്ചേരി നാടും. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കുറേ കാലം നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു. എല്ലാ തരത്തിലും നാശം മാത്രം ഉണ്ടാക്കിയ ഒരു യുദ്ധം. നാട്ടുരാജാക്കന്മാരായ തിമ്മസാര അധിപനും വീരരായ ഉദയനും മണ്ണിനും ഭൂമിക്കും അരുവിക്കും വേണ്ടി പോരാടി. 18 വർഷത്തെ യുദ്ധത്തിന് ശേഷമാണ് സിംഗാന ഗൗള കീഴടക്കാൻ തിമ്മസാരയ്ക്കാവില്ലെന്ന് അവിടുത്തെ ചെറിയ കാരണവരായിരുന്ന കോച്ചിരങ്കണ്ടോത്ത് പറങ്ങോടന് തോന്നി തുടങ്ങിയത്. പറങ്ങോടൻ്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. സിംഗാന ഗൗള യുദ്ധത്തിൽ മുന്നേറി. കോണച്ചേരിയിലെ ജനങ്ങൾ പതുക്കെ അവരുടെ അടിമകളാകാനും തുടങ്ങി. അടിമത്തത്തിൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ മരണം സ്വീകരിക്കാനാണ് പറങ്ങോടൻ തീരുമാനിച്ചത്. ഭൂതപ്രേത പിശാചുക്കളാലും ദുർമന്ത്രവാദത്താലും അറിയപ്പെട്ടിരുന്ന ഘോരവനമായിരുന്നു പരുന്തുമുടി. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടം. പരുന്തുമുടിയിലേക്ക് പോകുന്നത് മരണതുല്യമായാണ് എല്ലാവരും കണ്ടിരുന്നത്. അടിമത്വത്തിനേക്കാൾ ഭേദം മരണം തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്ന പറങ്ങോടൻ തൻ്റെ കുടുംബത്തെയും കോണച്ചേരിയിലെ മറ്റ് ആശ്രിതരെയും കൂടെ കൂട്ടി ആ കാട് കയറി. അവരുടെ പിറകെ ഒരു സംഘം നെയ്ത്തുകാരും ഇടയന്മാരും മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും അങ്ങനെ പല തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പരുന്തുമുടിയിലേക്ക് ഓടി. എന്നാൽ മരണത്തിന് പകരം പരുന്തുമുടിയിൽ അവർക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമായിരുന്നു. കാട് മനുഷ്യന് തണലും രക്ഷയും നൽകുമെന്ന് അവർ മനസ്സിലാക്കി. കാടിനുള്ളിൽ ഒരു ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമമാണ് 7000 കണ്ടി. സിംഗാന ഗൗളയും കോണച്ചേരി നാടും തമ്മിലുള്ള യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. ബട്ട് വേർ ഈസ് ഇറ്റ്? ഈ ഗ്രാമം എവിടെയാണ്? അതെ, ടേക്ക് എ പീക്ക്. അതെന്താ? ഓ, പെരിസ്കോപ്പ്. ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇത് അല്ലെങ്കിൽ ഒരു സബ്മറൈൻ പൊളിച്ചപ്പോൾ കിട്ടിയത്. ഓ, ഇയാള് എന്താ അത്? Yeah, come on.
ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലുമുണ്ട്. ആയുധു, ഭേട്ട, തർലേർ, ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റുന്നവർ. അതാ മീൻ പിടിക്കുന്ന കണ്ടോ, അവരാണ് തർലേർ. നായാട്ട് നടത്തുന്ന ഒരു ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കാം അല്ലേ? അതല്ല ടെക്നോളജി. അവരെ അറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. அவங்க வெப்பன்ஸ்லாம் பார்த்தா ரொம்ப ஆதி காலத்து ஆயுதம் மாதிரி இருக்கு. സാം, അതിന് വെപ്പൺസ് ഇവരിപ്പോഴും ഹണ്ടിങ്ങിന് മാത്രമേ ഉപയോഗിക്കൂ. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. இதை பார்த்தா டார்சன் காமிக் படிக்கிற மாதிரி இருக்கு. ஸோ ஃப்ளெக்சிபிள். ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവരതൊക്കെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് വെക്കണത്? മധു, അതാണ് അതിൻ്റെ ഒരു തമാശ. കെലമതിയിൽ നിന്ന് മധ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, 3 ഡിഫറെൻറ്റ് ലെവലുകളായിട്ടാണ്: കെലമതി, മധ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ, ഞാൻ നോക്കട്ടെ. കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000 കണ്ടി. ഞാനിവിടെ വന്ന കാലം തൊട്ട് അവരെന്നെ ഇതേമാതിരി നോക്കിയിരിക്കുക. നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം സെൽഫ് സഫിഷ്യൻറ്റ്. സാർ, ഇതാണ് മധ്യമതി. ഇവിടെയാണ് വീവേഴ്സും പോട്ടേഴ്സും ഒക്കെ ഉള്ളത്. കെലമതിയിലുള്ളവർ മധ്യമതിയിലേക്ക് കയറാൻ പാടില്ല. ഓ, ചാണോപ്പറ്റ, വെരി ഇൻട്രസ്റ്റിംഗ്. അതാരാ അത്? ഓ, അത് നീലിയാണ്. ആൻഡ് ദിസ് ഈസ് കരിയാൻ, ദ ബ്ലാക്ക് സ്മിത്ത്. കബണാർ ജാതിയിൽപ്പെട്ടതാണ്. കെലമതിയിലേക്കുള്ള വെപ്പൺസ് ഉണ്ടാക്കുക. കരിയാൻ മുഖാര ജാതിയിൽപ്പെട്ട നെയ്ത്തുകാർ തിരുതയിൽ അയിനടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഇവിടെയും സെയിം സോഷ്യൽ സ്റ്റിഗ്മ. ഈ 2 ജാതികൾ തമ്മിൽ മംഗലം പാടില്ല. മംഗലോ? അതെന്താ? കല്യാണം. അവരെന്താ അവിടെ ആയിരിക്കണത്? ശേഖരണം കുലത്തൊഴിലായി എടുത്തിട്ടുള്ള ആയുധ വിഭാഗത്തിൽപ്പെട്ടവർ. കരിയാനുള്ള മെറ്റൽ ഓർ കളക്ട് ചെയ്യുക. വാട്ടർ ബേസ് കണ്ടില്ലേ, ഇനിയപ്പയുടെ ക്രിയേഷനാണ്. ഇവരാണല്ലേ ഇവിടുത്തെ പൂവാലന്മാര്. നായ്ക്കൊരെണ്ണം മൂക്കും തോറും ചൊറിച്ചിൽ കൂടുക എന്നല്ല പറയാ, അല്ല സാർ? ഇവരെന്താ ഈ കുടിക്കണത്? സം കൈൻഡ് ഓഫ് ആൽക്കഹോൾ? അവരുടെ സ്പിരിറ്റ് ആണത്, മത്ത്. മത്തോ? ആ, മധു, ഒന്ന് നോക്ക്. എന്താ അവര് തുപ്പണത്? ഒരു തരം കിഴങ്ങ. ഇവിടെയാണ് ഇതിന്റെ അയർണി. തമ്മിൽ തൊടാൻ പാടില്ലെങ്കിലും കെലമതിയിലെ പെണ്ണുങ്ങൾ ചവച്ചു തുപ്പുന്ന ഈ കിഴങ്ങ് വെച്ചാണ് മുഖ്യമതിയിലേക്കും മധ്യമതിയിലേക്കുമുള്ള മത്തുണ്ടാക്കുന്നത്. അതാണ് പറങ്ങോടൻ, ഇപ്പോൾ ഇവിടുത്തെ കാരണവും. മെയിൻ ആക്ടിവിറ്റി വെറുതെ കളിച്ച് സമയം കളയുക, സ്ഥിരമായി കളിക്കുക, തോൽക്കുക. ഇന്നത്തെ കളി തോറ്റൻ്റെ ക്ഷീണത്തിലാണ്. ഓ, ഞാൻ പറയാൻ മറന്നു. ഇതൊരു മേട്രിയാക്കൽ സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ തറവാട്ടമ്മ എന്ന് വേണമെങ്കിൽ പറയാം. മീൻകണ്ണി, പറങ്ങോടൻ്റെ നീസ്. പെണ്ണ് നല്ല കുറുമ്പിയാണല്ലേ. പൊന്നി. മീൻകണ്ണിയുടെ അനിയത്തി. തറവാട്ടമ്മയാവാൻ നെക്സ്റ്റ് ഇൻ ദ ലൈൻ. അവൾക്ക് ഈ ജാതിയും കൂലിയൊന്നുമില്ല. എല്ലായിടത്തും പോകും, എല്ലാവരെയും തൊടും. അവൾ കാരണം ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള കുട്ടികൾക്കും എവിടെ വേണേലും പോവാം. എത്ര പറയുന്നു, എപ്പോ താത്തിരിക്ക് കാല് പൂത്തു പോവും. വിളിക്കേണ്ട വേഗം വരണം, കൂട്ടിട്ട് പോ. മീൻകണ്ണി ഒരു ടഫ് നട്ടാണ്. ദയാദാക്ഷിണ്യം എന്നുള്ളത് അവളുടെ വൊക്കാബുലറിയിലേ ഇല്ല. അവർ പ്രിമിറ്റീവ് ആയിരിക്കാം, പക്ഷേ അവർക്ക് അവരുടേതായ ഒരു ഫാഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്.
ഒരു സ്റ്റൈലിസ്റ്റ്. ഇവര് അതാണ് ചെറുക്കൻ. മറ്റേത് അവൻ്റെ അസിസ്റ്റന്റ്. പക്ഷെ ഇതുവരെ അവൻ്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ചെങ്ങായി പശുക്കൂട്ടിലല്ലേ? ഓ, അതാണ് ഇവിടുത്തെ ജയില്. ഉള്ളിൽ കിടക്കുന്നത് ഐത്തൻ. അവനെ ഊര് വിലക്കിയതാ. കുറ്റം ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ ഈ ജയില. ആ താഴത്ത് കാണുന്നത് അവൻ്റെ ഫാമിലിയാ. ഒളിച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുക. മധു, ഒന്ന് മേലേക്ക് നോക്ക്. ആ കാണുന്നത് ഗുഗുത്തായുടെ കുടിലാണ്. ഒരു സ്ട്രേഞ്ച് കുടിലാണല്ലോ. ആ വന്നല്ലോ. ഈ കാട്ടിൽ പുതുതായിട്ട് ആര് വന്നാലും ഗുഗുത്തായി അറിയും. ഇവിടുത്തെ ആസ്ട്രോളജറും കാലാവസ്ഥാ നിരീക്ഷകയും ഒക്കെ ഗുഗുത്തായാണ്. ഷീസ് ഓൾസോ ദ ഡോക്ടർ ഹിയർ. ഒരു വിച്ച് ഡോക്ടർ എന്നൊക്കെ വിളിക്കാം. നീ പൊണ്ണ. കത്തിയ കൊരങ്ക. വേടൻ്റെ സ്മോക്കിംഗ് കമ്പനിയാ ഗുഗു. 7000 കണ്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ ഒരേ ഒരു കണക്റ്റിംഗ് ലിങ്ക്. ആൻഡ് ദിസ് ഈസ് ചാത്ത, ഗുഗുവിൻ്റെ അപ്രൻറ്റീസ്. ഓ പോയോ? ഇവർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. ഇതിൻ്റെ ഹിസ്റ്ററി കുറേ ഗുഗുത്തായി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. പല ലൈബ്രറീസ്, ആർക്കൈവ്സിൽ നിന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം അസംഷൻസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത് പബ്ലിക് ആക്കിക്കൂടെ? ഞാനത് പറഞ്ഞാൽ പ്രസ് വരും, ടൂറിസം ആവും, എല്ലാം ഒരു മോക്കറിയാവും. 7000 കണ്ടിയുടെ വേ ഓഫ് ലിവിങ് തന്നെ നശിച്ചു പോകും. ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാം നോക്കി. How? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറീസിൻ്റെ അടുത്തൊക്കെ ഞാൻ കയറി ഇറങ്ങി. കൈക്കൂലി കുറേ കൊടുത്തു എന്നല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. എവിടെ ചെന്നാലും അവരുടെ ബ്യൂറോക്രസി, അവരുടേതായിട്ടുള്ള റീസണിങ്സ്. എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരേ ഉള്ളൂ. ദേ ആർ ദ ലീസ്റ്റ് ബോദർ. കാട് സംരക്ഷിക്കാൻ സഹായം തേടി പല തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പോയി. എത്തിക്കിട്ടാൻ നിറയെ ഹെൽപ്പായിരിക്കും. இதுக்கெல்லாம் நிறைய டைமும் கேஷும் தேவை இருக்கு. இதுக்கு யாருக்கு டைம் இருக்கு சார்? அந்த மீட்டிங் எப்போ? കഴിച്ചു സാർ. പക്ഷേ ഈ കാടിനെതിരെ നാട്ടുകാരുടെ പെറ്റീഷൻ പോയിട്ടുണ്ട്. ദേ ബിലീവ് ദാറ്റ് ദ ഫോറസ്റ്റ് ഈസ് ഹോണ്ടഡ്. സാറിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഞാൻ പോയത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഹിപ്പോക്രറ്റ്സിൻ്റെ അടുത്താണ്. ഇൻസ്റ്റന്റ് പ്രശസ്തിയും നല്ല പേരും കിട്ടുന്ന ആക്ടിവിറ്റീസിൽ മാത്രമായിരുന്നു അവരുടെയൊക്കെ താല്പര്യം. ഒരു ലാസ്റ്റ് ഡിച്ച് എഫേർട്ട് എന്ന നിലയ്ക്ക് ഞാൻ മാംഗ്ലൂർ ബ്രദേഴ്സ്, അതായത് കോൺട്രാക്ടേഴ്സ്, അവരുടെ അടുത്ത് നിന്ന് പ്ലീഡ് ചെയ്തു. അവർ പറയുന്നതിൽ ന്യായമുണ്ട്. ഇല്ലീഗലായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. See, Mr. Philippos, we are businessmen and we invest a lot of money into that project. So, ಕಾಮ್ ಶುರು ಮಾಡ್ತೀವಿ. ವಾರಕ್ಕೆ ಒಂದು 20 ಲೋಡ್ ಟಿಂಬರ್ ಆದ್ರೂ ಬೇಟ ಇಳಿಲೇಬೇಕು. ಬ್ರದರ್ಗೆ ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായി? സർ, ഇതൊരു സാധാരണമായ കാടല്ലേ. ಇಟ್ಸ್ ಎ ರಿಸರ್ವ್ ಫಾರೆಸ್ಟ್ ಆ್ಯಂಡ್ ಇಟ್ ಶುಡ್ ಬಿ ಪ್ರೊಟೆಕ್ಟೆಡ್. ಹಾಗಾಗಿ ಇನ್ ದ ಗ್ರೀನ್ ಟ್ರಿಬ್ಯುನಲ್ಗೆ ಒಬ್ಜೆಕ್ಷನ್ ಏನ್ರಿ ಮಾರಾಯರೆ, ನಿಮ್ಮ ಟ್ರಿಬ್ಯುನಲ್ಗಳು ಎನ್ವಿರಾನ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಎಲ್ಲ ನಿಮ್ಮ ಪೈಸಾ ಕೊಡ್ತು ತಿಂದು ನೀ ಜಾಗ ಖಾಲಿ ಮಾಡಪ್ಪ. ಸುಮ್ಮನೆ ನಮ್ಮ ಟೈಮ್ ವೇಸ್ಟ್ ಮಾಡಬೇಡ. ಸಾರಿ ಮಿಸ್ಟರ್, ಎಲ್ಲರೂ ಆ ಥರ ಅಲ್ಲ. ಪ್ರಕೃತಿ ಸ್ನೇಹಿಗಳು ಇದ್ದಾರೆ. ಹ್ಯಾವ್ ಸಮ್ ಹಾರ್ಟ್ ಗುರು. ಸಿ ಮಿಸ್ಟರ್ ಪ್ರಕೃತಿ ಸ್ನೇಹಿ, ನೀ ದಯಮಾಡಿ ಹೋರಾಡಬಹುದು. ಕ್ಯಾರಿ ಆನ್ ವಿತ್ ಯುವರ್ ಲವ್ ಫಾರ್ ನೇಚರ್. ബാക്കി हम देख लेंगे. ഈ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നവരെ സമ്മതിക്കണം. ഞാനും ഒന്ന് കടന്നു നോക്കി. 3-4 ദിവസം പട്ടിണി കടന്നത് മിച്ചം. എടുക്കണം ഞാൻ. അതെ, അയാളും പിടിച്ചു കയറും. പിടിച്ചോളൂ. പിടിച്ചോട്ട്. അവിടേക്ക് ബാക്കി കഴിച്ചോ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കത്തെഴുതിയത്. ഒരു ഗാമ്പിൾ ഫോർ മാൻ പവർ. അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ വെച്ചൊരു കളി. എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്ന 100 പേർക്ക് കത്തയച്ചു. 50 പേരെയെങ്കിലും പ്രതീക്ഷിച്ചു.
ഐ എം ഹെൽപ്ലെസ്. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. അതാണ്, നമ്മൾ കുറച്ചുകൂടി ആളുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാറ്. പക്ഷേ ഈ ഗ്രാമവാസികളെ എങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. കാട് നശിച്ചാൽ പിന്നെ ഇവർക്കൊരു ജീവിതം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ജീവിക്കാൻ ഇവർക്കറിയും. ഇവരുടെ ഇന്നസെൻസ്, പുറം ലോകം അറിയുന്ന അസുഖങ്ങളില്ല, ഒന്നിലും ഒരു മായമില്ല. തമ്മിലൊരു യൂണിറ്റി ഇല്ലാത്ത മാത്രമാണ് ഇവരുടെ പ്രശ്നം. വെളിച്ചം കൊടുക്കാൻ മാത്രം വള്ളിയാൽ എന്നും മേലെ കയറും. മുൻപ് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. പിന്നീട് ആ മരം വളർന്നപ്പം കൂടെ പ്രതിഷ്ഠയും വളർന്ന് മേലെ എത്തി. അതാണിപ്പോൾ അവരുടെ ഡേറ്റ്, തെയ്യാതെ. ഇപ്പോൾ എൻ്റെ അപ്ലിക്കേഷൻസും കൺസേൺസും ഇതൊക്കെയാണ്. 7000 കണ്ടി മുഴുവൻ നശിക്കുന്നതിന് മുൻപേ എനിക്ക് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റൂ. അതോ ഇതൊന്നും അറിയാതെ കാട് നശിക്കുന്നതിൻ്റെ ഒപ്പം ഈ 7000 കണ്ടിയും ഇല്ലാതാവും. ഇവർ മരം വെട്ടുന്ന കണക്കിന് പോയാൽ അധികം താമസിയാതെ ഇവിടെ എത്തും. പിന്നെ ദിവസങ്ങൾ മതി 500 കൊല്ലം പഴക്കമുള്ള കണ്ടി ഗ്രാമം ഇല്ലാതാവാൻ. പക്ഷെ നമ്മൾ ഇത്ര പേര് എന്ത് ചെയ്യാനാ? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഈസ് റൈറ്റ്. എന്തായാലും നിങ്ങളാരും ഇല്ലെങ്കിലും എനിക്കിവരെ വിട്ടുപോകാൻ പറ്റില്ല. ഇത് അവരുടെ കാടല്ലേ. ഇവിടുന്ന് അവരെ ഓടിച്ചാൽ പിന്നെ അവരെവിടെ പോയി ജീവിക്കും? ബ്രദർ, ഐ ആം വിത്ത് യു മാൻ, ഡോണ്ട് വറി. താങ്ക്സ്. ഓക്കെ, എന്തായാലും നമുക്ക് നാളെ കാണാം. ഇന്നിവിടെ തങ്ങാം. മുകളിൽ ഹാമക്സ് ഉണ്ട്. പോകേണ്ടവർക്ക് നാളെ പോകാം. നല്ല ബലത്തിൽ കെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇത് പൊട്ടില്ല, തൂക്കിക്കോ. ഓ, റിന്യൂവബിൾ എനർജി സോഴ്സ്. അത് സോളാറ്, സൂര്യപ്രകാശം. സാറ് താഴെ എൻ്റെ ബെഡിൽ കിടന്നോളൂ. താങ്ക് യു വെരി മച്ച്. കണ്ടീന കണ്ടീന നമ്മളയുമ്പക്ക് എന്തൊരടയാളോ നെറ്റിനെ പുള്ളിണ്ട് വാലൊരു പൂവാല് കണ്ടീന കണ്ടീന ഇമ്പളയുമ്പേനെ ആറ്റിൻകരയില് നീര് കുടിക്കുമ്പ ഒന്നു വിളിക്കുമ്പ രണ്ട് കരയിൽ